ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് എപ്പോഴും ഇങ്ങനെ നീറ്റായി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്നെക്കാട്ടി നല്ലോണം വീടെല്ലാം വൃത്തിയാക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. ഇത് ഞാനെപ്പോഴും ഫോളോ ചെയ്ത് തരുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇന്നത്തെ ദിവസം ഞാനിതാ ഫസ്റ്റ് തന്നെ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഉപ്പ് ഒരു ഭാഗത്ത് ചപ്പെല്ലാം കൂട്ടിയിട്ട് തീയെല്ലാം ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻട്രോ എടുക്കാൻ എഴുതിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ എടുത്തുന്നിട്ടേ ഉള്ളൂ. നല്ല രസമുണ്ട്, മഞ്ഞും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം നേരെ ഡ്യൂട്ടിയിലോട്ടേക്ക് കിടക്കലാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനിതാ ലിവിങ് ഏരിയ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലാണ്. ഫസ്റ്റ് തന്നെ കർട്ടനെല്ലാം ഒന്ന് നീക്കിയിട്ട് സെറ്റാക്കി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കുറേ കളിസാനം മോൻ്റെ അല്ലറ ചില്ലറ അടിയിടെല്ലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി ഇടണം. ഫസ്റ്റ് തന്നെ ലിവിങ് ഏരിയ ഒരുങ്ങിയാലേ എനിക്ക് വേറെയുള്ള ഏത് സ്ഥലം ഒന്ന് ക്ലീനാക്കി എടുക്കാൻ ഒരു മൂഡ് ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഫസ്റ്റ് തന്നെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കിടക്കുന്ന ഒരു കോലം കണ്ടിക്കില്ല. അതിനെക്കൊണ്ട് ഫസ്റ്റ് ഇത് ഒന്ന് ക്ലീനാക്കിയിട്ട് എടുക്കലാണ്. അതങ്ങനെയാണല്ലോ, മക്കളെല്ലാം ഉള്ള പുരയിൽ ഇങ്ങനെ കളിസാനം ആടിയിടെല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ അതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പുരയെല്ലാം ഇങ്ങനെ നീറ്റാക്കി കൊണ്ടുവന്നെന്ന് മാത്രം. പിന്നെ ഓർക്കെന്നെ ഒരു ഏജ് ആകുമ്പം ഓരെന്നെ അത് നിർത്തും, ഓരെന്നെ നീറ്റായിട്ട് വെക്കാനെല്ലാം തുടങ്ങും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കാറിൽ ഞാൻ ഭയങ്കര പതുക്കെയാണ് കേട്ടോ കൊണ്ടുവന്നത്. മോൻ എണീച്ചിക്കില്ല, സൗണ്ട് കേട്ടാൽ ഓനപ്പം എണീക്കും. പിന്നെ എനിക്ക് ഈ ഒരു പണിയൊന്നും നടക്കില്ല. അപ്പം ഓൻ എണീക്കേണ്ട എഴുതിയിട്ട് ഞാൻ ഭയങ്കര പതുക്കെ സൗണ്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ കൊണ്ടുപോയി വെക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ടിലെ ഡോറെല്ലാം ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വാതിലെല്ലാം ഒന്ന് തുറക്കുന്നുണ്ട്, ഒന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്കെല്ലാം. ഇനിയിപ്പോൾ സോഫയിലും ആ ഒരു മൂലക്കെല്ലായിട്ട് കുറേ കളിസാനുണ്ട് കേട്ടോ, ചറവറ ഇട്ടിന്. അപ്പം അതെല്ലാം സോഫയിൽ നിന്ന് എടുത്തിട്ട് ആ മൂലക്കന്നെ വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് സോഫയെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് വിരിക്കലാണ്. ഇതെല്ലാം നമ്മൾ ഡെയിലി ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഒരു നനഞ്ഞ തുണി എടുത്തിട്ട്, അധികം വെള്ളമില്ലാത്ത തുണി കേട്ടോ. വെള്ളം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ല ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെ ഒരു തുണി എടുത്തിട്ട് ഞാനിതാ ഈ ടീപ്പോയും ഈ സോഫേൻ്റെ ഈ ഒരു സൈഡെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ മക്കളെല്ലാം ഉണ്ടാകുമ്പം എന്തെങ്കിലുമൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതെല്ലാം ഇതേപോലെ തന്നെ ഡെയിലി ഒന്ന് ക്ലീനാക്കി എടുക്കൽ നിർബന്ധമാണ്. എന്നിട്ട് ആ തുണി വെച്ചിട്ട് ഞാനിതാ സോഫ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയെല്ലാം ഒന്ന് എൻ്റെ പോട്ട് ചെയ്തിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ മറക്കാതെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജനലിൻ്റെ സൈഡെല്ലാം ഞാൻ എന്നും തുണി വെച്ചിട്ട് തുടക്കും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് പൊടി കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഇങ്ങനെ എന്ന് തുടച്ചാലും പിറ്റേ ദിവസത്തേക്ക് അതേപോലെ തന്നെ പൊടി ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഉറുമ്പെല്ലാം വന്നിട്ട് ഇങ്ങനെയെല്ലാം പൊടി വീഴുന്ന കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് തുണിയെല്ലാം വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് എടുക്കുന്നതാണ്. ഒരു നനഞ്ഞ തുണി തന്നെ വെച്ചിട്ട് തുടച്ചിട്ടെടുക്കലാണ് കേട്ടോ. ഇതൊന്നും നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ ലിവിങ് ഏരിയ എല്ലാം ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക്. നമ്മൾ റൂമിൽ അയാൻ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ആ ഒരു റൂം ക്ലീനാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിനി ഓൻ എണീച്ചിട്ട് ക്ലീനാക്കും. അല്ലാത്ത ഏരിയയിലും ഒന്ന് ക്ലീനാക്കിയിട്ട് വേഗം എടുക്കുന്നതാണ്. രാവിലെ തന്നെ വേഗം ക്ലീനാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ റൂമിൻ്റെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് കറക്റ്റ് വിരിച്ചിടലാണ് കേട്ടോ. ഒന്ന് നീറ്റായിട്ട് വിരിച്ചിടലാണ്. ബെഡിൽ ഇങ്ങനെ മക്കളെല്ലാം കയറിയിട്ട് തുള്ളി കളിക്കലും ചെയ്യില്ല, അങ്ങനെ കളിക്കുന്നതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അയാനെ ഞാൻ അങ്ങനെ കളിക്കാനായിട്ട് വിടലുമില്ല, ഓനങ്ങനെ കളിക്കലില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ അവിടെ ഇങ്ങനെ ബെഡിൽ ചെന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഓനിങ്ങനെ തുള്ളി കളിക്കുന്നല്ലാതെ അങ്ങനെ കളിക്കലില്ല. ഇനിയിപ്പോൾ ഈ ജനലിൻ്റെ സൈഡും കൂടി ഒന്ന് പൊടിയെല്ലാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് തട്ടാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു റൂമും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നേരെ ഡൈനിങ് ഹാളിലേക്ക്. അവിടെ ക്ലീനാക്കി എടുക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ കാണുന്നില്ലേ കുറച്ച് വസ്തുക്കൾ, അയാൻ്റെ ബുക്കും അങ്ങനെ ഉള്ള എന്തെല്ലോ സാധനങ്ങൾ ഇട്ടാൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. ടേബിളിൻ്റെ മേലെ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും വെക്കലില്ല കേട്ടോ. എപ്പോഴും ഇതേ ഒരു രീതിക്ക് തന്നെയാണ് ഉണ്ടാവൽ.
ഇനിയിപ്പോൾ ഇതാ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടെടുക്കണം. ഫുഡെല്ലാം കഴിക്കുമ്പം അപ്പം തന്നെ തുടച്ചിട്ടെടുക്കും കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ യൂസ് ആക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചിട്ടെടുക്കുകയുള്ളൂ. മേലെ നിന്നിങ്ങനെ പൊടിയെല്ലാം തൊയ്യുന്നതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചിട്ടെടുക്കണം കേട്ടോ. ഇനി ഇതാ ചെയറെല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് ഇടലാണ്. അങ്ങനെ അങ്ങോട്ട് നീങ്ങി പോകുന്നില്ല, കാരണം ഈ ഒരു ഏരിയ അങ്ങനെ ആരും യൂസ് ആക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആടെയുള്ള പിന്നെ ജനലിൻ്റെ സൈഡും ജസ്റ്റ് ഒന്നിങ്ങനെ പൊടി തട്ടിയിട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആടെയുള്ള കബോർഡും ഈ ഒരു സ്റ്റെയറിൻ്റെ കമ്പിയും എല്ലാം ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചിട്ടെടുക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം എന്നും ഫോളോ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചിട്ടെടുക്കാനേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഡൈനിങ് ഹാളിൻ്റെ ഏരിയയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വാഷ് ബേസ് ഞാൻ എന്താ പറയുക 2 ദിവസമെല്ലാം കൂടുമ്പോൾ തന്നെയാണ് നീറ്റാക്കി കഴുകലെല്ലാം ഉള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ ആരും ഉപയോഗിക്കലൊന്നുമില്ല, കാരണം നമ്മൾ ചെറിയൊരു ഫാമിലി അല്ലേ, അതിനെക്കൊണ്ട് അങ്ങനെ ഈടൊന്നും ആരും ഉപയോഗിക്കലില്ല കേട്ടോ. അപ്പം നല്ലോണം വൃത്തിയായിട്ടുണ്ടെങ്കിൽ ഈ സൈഡെല്ലാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടെടുക്കും. പിന്നെ ഇതാ വാഷ് ബേസിൻ്റെ അടിയായിട്ട് ഇതേപോലത്തെ ഒരു ബ്രഷെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റില്ലെന്ന് തോന്നുന്ന സമയത്ത് കുറച്ച് ഹാൻഡ് വാഷെല്ലാം ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ നല്ല സുഖമല്ലേ. അതിനെക്കൊണ്ട് ഞാനിതാ ഇതേപോലത്തെ ഒരു ബ്രഷ് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആടെയുള്ള ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലില്ലേ, അതും ജസ്റ്റ് ഒന്നിങ്ങനെ കഴുകിയിട്ടെടുക്കണം. അതേപോലെ തന്നെ ആടെ വെച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ ബോട്ടിലില്ലേ, അതും ജസ്റ്റ് ഇതേപോലെ ഒന്ന് വാഷ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനിയിപ്പം ഏകദേശം എല്ലാ ഏരിയയും ഒന്ന് കവറാക്കി എടുത്തിട്ടുണ്ട്. ഇനി മോൻ എണീച്ചിട്ടുണ്ടെങ്കിൽ ആ റൂമും കൂടി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കും കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചുവാരിയിട്ട് എടുക്കലാണ്. ഇനിയിപ്പം നേരെ കിച്ചണിലോട്ടേക്ക്. ഇതിപ്പം ഞാൻ രാവിലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചത് കൊണ്ട് ഒന്ന് ലിവിങ് ഹാളും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടത് കൊണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ കിച്ചണിലോട്ടേക്ക്. അതിനുള്ള സമയമൊന്നും ആയിക്കില്ലേനു. അപ്പം ഇത് ഞാൻ തലേന്ന് തന്നെ ക്ലീൻ ആക്കി ഇട്ടിട്ടുള്ള കിച്ചണാണ് കേട്ടോ. നമ്മൾ മോന്തിക്കന്നെ കിച്ചണിലൊന്ന് ക്ലീൻ ആക്കിയിടില്ല. അപ്പം ഇതാ കൗണ്ടർ ടോപ്പും ഗ്യാസ് വെച്ച ഏരിയ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി ഇട്ടിടും കേട്ടോ. ഇങ്ങനെ നമ്മൾ മോന്തിക്ക് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. കിച്ചണിലോട്ട് കയറാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എല്ലായിരിക്കും പണിയെല്ലാം എടുക്കാൻ. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സിങ്കില്ലേ, ഈ സിങ്ക് നമ്മളെപ്പോഴും നീറ്റാക്കി ഇടണം കേട്ടോ. സോപ്പ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ എന്തിട്ടിട്ടാണോ കഴുകൽ അതിട്ടിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ചുമര്, പൈപ്പ് ഇതെല്ലാം എന്നും സോപ്പിട്ടിട്ട് കഴുകുക. ഞാൻ എപ്പോഴും എങ്ങനെ സിങ്ക് കഴുകുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ആ പൈപ്പും കഴുകും ചുമരും കഴുകും കേട്ടോ. എത്ര പ്രാവശ്യം സിങ്ക് കഴുകുമോ അത്ര പ്രാവശ്യം ഞാൻ ആ പൈപ്പും കഴുകിയിട്ടുണ്ടാവും, ആ ചുമരും കഴുകിയിട്ടുണ്ടാവും കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിങ്ക് കഴുകുമ്പോൾ എങ്ങനെയാണെങ്കിലും കുറച്ച് സോപ്പിൻ്റെ അംശമെല്ലാം ആ ചുമരിലും പൈപ്പിലെല്ലാം തെറിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാണുമ്പം ഇങ്ങനെ ക്ലീൻ ആക്കാതെ നിൽക്കാൻ തോന്നൂല കേട്ടോ. അതിനെക്കൊണ്ട് ആ സിങ്ക് കഴുകുമ്പോൾ തന്നെ അതും അതിൻ്റെ കൂടെ തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കുവേ. അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ളമെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം നമ്മൾ അപ്പം തന്നെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അതവിടെ ഇട്ടിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഉണങ്ങുന്ന സമയത്ത് നോക്കിയാൽ ഒരു വെള്ള കളറിലുള്ള പാടിങ്ങനെ വരും. അപ്പോൾ അത് ഭയങ്കര ഒരു വൃത്തികേടാണ് കേട്ടോ കാണാൻ. അതിനെക്കൊണ്ട് നമ്മൾ സിങ്ക് സോപ്പിട്ട് കഴുകിയപാട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ടെടുക്കുക. അപ്പം ആ ഒരു കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ സിങ്ക് കഴുകാൻ നമ്മൾ സെപ്പറേറ്റ് തന്നെ ഒരു വൈപ്പറും ഒരു ഇതെല്ലാം വെക്കുക കേട്ടോ, എന്താ പറയുക, ഒരു സ്ക്രബ്ബറെല്ലാം വെക്കുക. പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള വേസ്റ്റ് ടിന്നില്ലേ, അതും എന്നും ക്ലീൻ ആക്കിയിട്ട് വെക്കുക. അതേപോലെ തന്നെ സോപ്പിൻ്റെ ആ ഒരു ബോക്സ് അല്ലേ, അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തന്നെ വെക്കുക. അതേപോലെ തന്നെ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വെള്ളത്തിൻ്റെ എല്ലാം വെള്ളമെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അപ്പം തന്നെ ഒന്ന് തുടച്ചിട്ടെടുക്കുക. അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ പാട് ഇങ്ങനെ ഉണ്ടാവും, പിന്നെ കൗണ്ടർ ടോപ്പ് കാണാനൊരു ഭംഗിയേ ഉണ്ടാവില്ല കേട്ടോ. അതിനെക്കൊണ്ട് അതെല്ലാം ഞാൻ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള ആ ജനലിൻ്റെ ആ സൈഡിലെ അതും അപ്പം തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കലുണ്ട് കേട്ടോ. പിന്നെ ഇനി മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കബോർഡ് ഞാൻ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ തുടക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിച്ചണിലോട്ടൊക്കെ വരുമ്പോൾ എന്തോ ഒരു നീറ്റില്ലാത്ത തോന്നും കേട്ടോ.
അതിനെക്കൂടി ഞാൻ എന്നും ഈ ഒരു കബോർഡ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുകയുള്ളൂ. നമ്മൾ എന്നും ഇങ്ങനെ തുടക്കുന്നതും കൊണ്ട് അങ്ങനെ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി അതേപോലെ തന്നെ ഫ്രിഡ്ജ് ഇങ്ങനെ മോന് തുറക്കും അടക്കെല്ലാം ചെയ്യുന്നതും കൊണ്ട് ആടെ ഓൻ്റെ കൈയിൻ്റെ പാടും അങ്ങനെ എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും ഞാൻ എന്നും ഇതേപോലെ ഒരു തുണി നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ടെടുക്കലുണ്ട്. ഇനിയിപ്പം ലാസ്റ്റായിട്ട് തുടക്കുന്ന ടൈമിൽ സിറ്റ് ഔട്ടെല്ലാം ഒരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് തുടച്ചിട്ടെടുക്കണം കേട്ടോ. ഇങ്ങനെ റോഡിൽ നിന്നുള്ള പൊടിയെല്ലാം പാറുന്നതും കൊണ്ട് 2 പ്രാവശ്യം തന്നെ ഇങ്ങനെ തുടച്ചിട്ടെല്ലാം എടുക്കണം. പിന്നെ നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറ്റെല്ലാം ഇടുമല്ലോ. മാറ്റ് ഇടുന്ന സമയത്ത് ഞാനിതാ ആ മാറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. ഒന്ന് മോപ്പ് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കും. അങ്ങനെ ആകുമ്പോൾ ഈ മാറ്റിലുള്ള പൊടിയും കാര്യങ്ങളെല്ലാം ഒന്ന് പോയി കിട്ടും കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ മാറ്റ് കിടക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചിട്ടെടുക്കലുണ്ട്. ഇങ്ങനെ ആരെങ്കിലും എല്ലാം കയറി വരുമ്പോൾ ഇങ്ങനെ മാറ്റിൽ ചളിയെല്ലാം കാണുമ്പം എന്തോ പോലെയില്ല. അതിനെക്കൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തുടച്ചിട്ടെടുക്കലുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെയെല്ലാം ഞാൻ ഡെയിലി ചെയ്തു തരുന്ന കുറച്ച് ടിപ്സ് എല്ലാം കേട്ടോ. ഇങ്ങനെ വീട് വൃത്തിയാക്കി എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.